ഇരുമ്പ് പണിക്കാരൻ അയാളുടെ വീടിന്റെ ഷട്ടർ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു കൂട്ടുകാരനുമാണ്. നീ ഇവിടേക്ക് മാറിയതിൽ എല്ലാം നല്ലതുപോലെ നടക്കുന്നതിൽ സന്തോഷമുണ്ട്. ശരിക്കും നന്ദി പറയുന്നത് നിങ്ങളോടാണ്. നമ്മളോടങ്ങനെ ആരും ഇതുവരെ ഇങ്ങനെ ഔദാര്യമൊന്നും കാണിച്ചിട്ടില്ല. പ്ലീസ് അങ്ങനെ പറയരുത് ഫ്രാൻസിസ്കോ. ഇതുവരെ മാറിക്കുന്നവരെ മാത്രമല്ല, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളായിരുന്നെങ്കിലും നമ്മളോട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു. നിങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ കൂടെ താമസിക്കാനാണ് ഞാൻ വീട്ടിൽ. ഞാനും അതിന് ഒരുപാട് സമയമില്ലല്ലോ അല്ലേ മുത്തശ്ശ? അതെ, കുറച്ച് ദിവസമായി നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട് വിന്ററിന് വേണ്ടി അടക്കി. അതിനിടയിൽ ഒരു കാര്യം അറിയിക്കോ, നീ ഇനിയും ഡ്രസ് ചെയ്യാതിരുന്നാൽ സ്കൂളിലെത്തുമ്പോൾ താമസിക്കും. നീ സ്കൂൾ കഴിഞ്ഞ് ആരെങ്കിലും വന്നെന്നെ കണ്ടാൽ മതി. ശരി അച്ഛാ. എനിക്ക് പോകാൻ നേരമായി. കപ്പലവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കൈ വെച്ചിട്ടാ. ഹലോ ടീച്ചർ. ഹലോ ജനറൽ ഗോഡ്ഹെഡ്. അപ്പൊ ഞാൻ ഗുഡ് ബൈ പറയുന്നു. എനിക്ക് പോകാൻ സമയമായി. ശുഭദിനം നേരുന്നു ഫ്രാൻസിസ്കോ. നിനക്കും ശുഭദിനം നേരുന്നു. നിങ്ങൾക്കും ഫ്രാൻസിസ്കോ. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നു. അതെ, ഹൈഡി പറഞ്ഞിരുന്നു. അങ്കിൾ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതെന്തായിരിക്കും ജനറൽ ഗോഡ്ഹെഡ്? അത് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പാരമ്പര്യം എനിക്ക് കിട്ടിയ പോക്കറ്റ് വാച്ചിനെ പറ്റിയാ. കഴിഞ്ഞ ദിവസം മിസ്സസ് കില്ലറോട് തട്ടിച്ചപ്പോ വീണ് പൊട്ടിയതാ. ഇത് ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എനിക്കിതൊന്ന് റിപ്പയർ ചെയ്ത് കൊള്ളുന്നുണ്ട് അങ്കിൾ. എനിക്ക് മനസ്സിലായി പീറ്റർ. മുത്തശ്ശ